ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളിപ്പോൾ ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സെപ്പറേഷൻ അവസ്ഥ മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അവർ നിങ്ങളിലേക്ക് വരാറായിട്ടുണ്ടോ? ഒരു റീയൂണിയൻ കാര്യങ്ങളോ മറ്റോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എങ്ങാനും സംഭവിക്കുമോ? എന്താണ് അവരുടെ ഒരു കാര്യത്തിലുള്ള നിലപാട് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഈ ഒരു വ്യക്തിയുടെ മുഖമാണെന്നുണ്ടെങ്കിലും പേരാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മൈൻഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Wheel of Fortune, Chariot, Sun Energy, Eight of Wands, Eight of Swords, Ten of Swords, King of Pentacles, Knight of Swords, Six of Swords, Two of Pentacles, Page of Pentacles, Seven of Swords, King of Swords, Judgment, Five of Pentacles, The Magician, Page of Cups, The Empress. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡില് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യങ്ങൾ എന്നുള്ളത് ഇവിടെ കണക്ട് ആവുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് കളവുകൾ, ആവശ്യമില്ലാത്തതിനും ആവശ്യത്തിനും ഒക്കെ ഒരുപാട് കളവുകൾ, കാര്യങ്ങൾ, ഹൈഡിങ്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഒന്നും തരാതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ വ്യക്തികളൊക്കെ ആയിരിക്കാം. നിങ്ങൾ എത്രത്തോളം ഈ ഒരു പേഴ്സണെ കൺവിൻസ് ചെയ്തിട്ട് നല്ല രീതിക്ക് റിലേഷൻഷിപ്പ് ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഇവർ ഒരു കേൾവി അല്ലെങ്കിൽ കേട്ട് നിൽക്കാതെ അല്ലെങ്കിൽ ഇവരുടേതായ കാര്യങ്ങൾക്ക് ഇവർ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിക്കൊക്കെ നിങ്ങളോട് പെരുമാറി നിങ്ങൾക്കൊരു പ്രയോറിറ്റി ഒക്കെ നൽകാതെ മാറിപ്പോയിരിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇവര് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമായിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിപ്പോ ചിലവരുടെ കേസിൽ കൂടുതലായിട്ട് നമുക്ക് കണക്ട് ആവുന്ന ഫിനാൻഷ്യൽ വൈസും അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇവർ നിങ്ങളെ വേദനിപ്പിച്ച് മാറിപ്പോയത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ആ ഒരു സാമ്പത്തികപരമായ കാര്യങ്ങളിൽ തന്നെ എന്തൊക്കെയോ തിരിച്ചടികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അവർക്ക് പണം നഷ്ടമായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ചതിയിലൊക്കെ അകപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജി ചിലവരുടെ കേസിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് അവരുടെ ഓർമ്മകളിലേക്ക് നിങ്ങളുടെ ആ ഒരു എനർജി കടന്നു വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ വരുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരായിരിക്കാം. ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരുവിധ ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇവരുടെ നിലപാട് എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും നിങ്ങളെ വേണ്ടാന്ന് വെച്ച് അവർ മാറിപ്പോയിരിക്കുന്ന ഒരു അവസ്ഥയാണോ,
അതോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ ഒക്കെ ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തയ്യാറെടുപ്പുകളോ കാര്യങ്ങളോ ഒക്കെ ഇവരിൽ വരുന്നുണ്ടോ? ഇവരുടെ എനർജിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏത് സിറ്റുവേഷനിലും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എത്ര നാളുകളായി എന്ന് പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇവര് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള സ്നേഹം, ആത്മാർത്ഥമായ ഒരു സ്നേഹം, കളങ്കമില്ലാത്ത ആ ഒരു സ്നേഹം അത് എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു അവരുടെ ലൈഫിൽ എന്നുള്ളത്. ആ ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ കെയറിങ്ങും സപ്പോർട്ടും എല്ലാം ആണ് വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇവർ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഇവർ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത വ്യക്തികളായിരിക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ടും കെയറിങ്ങും എല്ലാം നിങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവരതൊന്നും കണ്ടില്ല. അവർ കാണാതിരുന്നത് കൊണ്ടാണ് തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് അവരുടെ ഓർമ്മകൾ, അല്ലെങ്കിൽ അവരിപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാലും അവരുടെ ഓർമ്മകൾ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് മാറിയിരിക്കുന്ന സമയമാണ്. വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ എനർജിയിലേക്ക് അവർ നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ ഇവരുടെ നിലപാടുകൾ ഇതുവരെ ഒരു ജഗ്ലിങ്, വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു നിങ്ങളെക്കുറിച്ച് ഓർമ്മകൾ മുകളിലേക്ക് വന്നിരിക്കുന്ന സമയമാണ്. എന്നാൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ലവേഴ്സ് എനർജി ആണ് കിട്ടിയിരിക്കുന്നത്. വളരെയധികം ഒരു പ്രണയം, സ്നേഹം, അട്രാക്ഷൻ, എല്ലാ രീതിക്കും ഒരു ആകർഷണം നിങ്ങളിലേക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളിലേക്ക് അറ്റാച്ച്ഡ് ആവുന്നുണ്ട് അവർ ഓരോ സമയത്തും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഓർമ്മകളും അതേ ഈക്വൽ ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരാനായിട്ട് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ഒരു കോഴ്സ് എന്നുള്ള രീതിക്ക് മാത്രമല്ല, നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുക. അതിപ്പോ ഡേ ടൈം ആയിക്കൊള്ളട്ടെ, നൈറ്റ് ടൈം ആയിക്കൊള്ളട്ടെ, എല്ലാ ടൈമിലും നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ചിന്തകളായിട്ട് വരുന്നു. എന്ന് വെച്ചാൽ കുറ്റബോധം. അവരെന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളോട് തെറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് ചെയ്തതിന്റെ കാര്യം ഓർത്തിട്ട് ഒരു കുറ്റബോധവും അതിനകത്തൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് നൽകണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീതി നൽകണം എന്നൊരു ചിന്തയുമാണ് അവരിൽ തുടങ്ങിയിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ അവസാനിപ്പിച്ച് നിർത്തിയ ആ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പ്രതീക്ഷകളുടെ കിരണങ്ങൾ അവരുടെ മനസ്സിലേക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ്. പഴയ കാലങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരുമിച്ച് നിങ്ങൾ ജീവിച്ച കാലഘട്ടങ്ങളൊക്കെ അവരുടെ മനസ്സിലേക്ക് ഓർമ്മകളായിട്ട് വരുന്നുണ്ട്. ആ ഓർമ്മകളെല്ലാം അവരുടെ മനസ്സിലേക്ക് വരുന്ന ഈ ഒരു സാഹചര്യത്തില് അവർക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് നീതി നൽകണം, അല്ലെങ്കിൽ നിങ്ങളോട് നീതിപൂർവ്വം പെരുമാറണം. നിങ്ങൾക്ക് നീതി നൽകണം എന്നതിനേക്കാൾ ഉപരി നിങ്ങളോട് നീതിപൂർവ്വം പെരുമാറുക എന്നുള്ളത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ റിലേഷൻഷിപ്പിൽ നീതിപൂർവ്വം പ്രവർത്തിക്കാനും അതുപോലെ കമ്മിറ്റ്മെന്റ് ഒന്നും നൽകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച വ്യക്തികൾ, എന്ന് വെച്ചാൽ അവരുടെ നിലപാടില്ലാതെ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്ന പോലെ ആ ഒരു രീതിയിലൊക്കെ പെരുമാറിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകണം എന്നുള്ളൊരു ചിന്തകളൊക്കെ മനസ്സിൽ ഉടലെടുത്ത് തുടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ കുറച്ച് നാളുകളായിട്ട് പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഇല്ലാതെ നിന്നെടുത്ത് നിന്ന് കറങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇവരിപ്പോ ചിന്തിക്കുന്നത് ഇവരുടെ ഇമോഷൻസ് ഒക്കെ ഇവർ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇമോഷൻസ് എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ദേഷ്യം ആയിക്കൊള്ളട്ടെ, സങ്കടം ആയിക്കൊള്ളട്ടെ, ഈഗോ ആയിക്കൊള്ളട്ടെ, എന്ത് രീതിയിലുള്ള ഇവരുടെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അവർക്കൊരു പേഷ്യൻസ് ഒക്കെ വന്നു തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് കടന്നു വരണം എന്നുള്ള രീതിക്കാണ് ഇവരിപ്പോ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് ഇവരുടെ ലൈഫിൽ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇവരും ഈക്വൽ ആയിട്ട് ആ ഒരു പ്രകാശം നൽകി നിന്നവരാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ എഫേർട്ട് എടുത്ത് വന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. ഒരേപോലെ നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങിയവരായിരിക്കാം മുന്നോട്ടേക്കുള്ള യാത്ര. പകുതി വെച്ച് നിന്നുപോയ ആ ഒരു സ്വപ്നത്തിനെ നിങ്ങളുടെ വ്യക്തി ഇപ്പോ ബാക്കി നിറം പകരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ചിന്തകൾ നിൽക്കുന്നത് കൊണ്ടിട്ടാണ് ഇവരിപ്പോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രകാശമായിട്ട് കടന്നു വരണം. ആ ഒരു പ്രകാശമായിട്ട് അവര് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് അവര് ചിന്തിക്കുന്നത് അവരുടെ ലൈഫിലെ പ്രകാശമാണ് നിങ്ങൾ എന്നുള്ളത് തന്നെയാണ്. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സ്ട്രഗിളിങ്സിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിൽ നിന്നെല്ലാം അവർക്കൊരു മോചനം വേണം. അവരുടെ ലൈഫിലും അവർക്കൊരു ഹാപ്പിനെസ് വേണം. ഒരുപാട് നെഗറ്റിവിറ്റി കാര്യങ്ങൾ എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവരിപ്പോ നിൽക്കുന്ന സാഹചര്യം ആണെന്നുണ്ടെങ്കിലും അത്ര ഹാപ്പി ആയിട്ടുള്ള ഒരു സാഹചര്യം അല്ല. അപ്പൊ മനസ്സമാധാനവും സന്തോഷവും എല്ലാ രീതിക്കും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻസ് എല്ലാം മാറി ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാനായിട്ട് ഇവരായിട്ട് തന്നെ ഇപ്പോൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്നു. അതിന് മുന്നോടിയായിട്ട് കമ്മ്യൂണിക്കേഷൻ കാർഡാണ്, അതും വളരെ ഫാസ്റ്റ് എനർജിയാണ്.
ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ എബ്രോഡ് ഒക്കെ ആവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പോ മറ്റോ കീപ്പ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം ചിലവരുടെ കേസിൽ. അപ്പൊ എങ്ങനെയാണെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു യാത്ര അതാണ് ഇവിടെ കാണിക്കുന്നത്. അതിപ്പോ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാനൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലവരുടെ കേസിൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ഫോൺ ത്രൂ ഒക്കെ തന്നെയായിരിക്കാം, ചിലപ്പോൾ മെസ്സേജ് ആയിട്ടോ കോൾ ആയിട്ടോ ഒക്കെ ഇവർ നിങ്ങളെ കണക്ട് ചെയ്യും. ഇവരായിട്ട് തന്നെ നിങ്ങളെ കണക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കാരണം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ക്ലാരിറ്റി ഇല്ലാതെ കിടക്കുന്ന ഒരുപാട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലാണെന്നുണ്ടെങ്കിലും ഇവർക്ക് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടാണെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം. തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കിടക്കുന്നത് കൊണ്ടിട്ട് ഇതുവരെ ഇവർ എഫേർട്സ് കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവർ വളരെ സ്വാർത്ഥതയോടുകൂടി ഇവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി മാറിപ്പോയ വ്യക്തികളാണ്. എന്നാൽ ഇപ്പൊ ഇവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിക്കണം. അതിന് ഇനിയിപ്പോ എത്രയൊക്കെ റിസ്ക് എടുക്കേണ്ടി വന്നാലും എന്തൊക്കെ സാഹചര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിനെല്ലാം അതിജീവിച്ചെത്താൻ തയ്യാറാണ്. അതുപോലെ നിങ്ങൾക്കൊരു പരിഗണന നൽകാതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു പരിഗണനയോടുകൂടി തന്നെയാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഇവരുടേതായ രീതിക്ക് മാത്രം കാര്യങ്ങൾ മുൻകൂട്ടി കാണുക അല്ലെങ്കിൽ ചെയ്യുക ആ ഒരു രീതിയല്ല. രണ്ടുപേരും ഈക്വൽ ആയിട്ട് കണ്ട ആ ഒരു സ്വപ്നങ്ങൾ ഈക്വൽ ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ള രീതിയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണ് ഇപ്പൊ കുറച്ചായിട്ട് നിങ്ങളുടെ ഓർമ്മകളാണ് മനസ്സ് നിറയെ നിൽക്കുന്നത്. നമ്മൾ already ഇവിടെ നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു അവർ ആ ഒരു പഴയ കാലങ്ങളിലേക്ക് പോയി എന്നുള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ലൈഫിൽ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ഈ റിലേഷൻഷിപ്പ് വേണം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നുള്ള ചിന്തകൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് ഒരു വാല്യൂ നൽകാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറി നിന്ന വ്യക്തിയാണെങ്കിൽ ഒരു ആക്ഷനും എടുക്കാതെ മാറി നിന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലമായിട്ട് തന്നെ അവരെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന സമയമാണിത്. അതൊരു കർമ്മ തന്നെയാണ്. അവർ അനുഭവിച്ച അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവർ ഫേസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു ടൈം. അത് മാത്രമല്ല ലോങ് ടേം ആയിട്ട് തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും മജീഷ്യൻ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഇവർ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് നിങ്ങളെ വേണമെന്നുള്ളൊരു ചിന്തകൾ വന്നിരിക്കുന്നതുകൊണ്ട് അവർ ഇതുവരെ ചെയ്യാതിരുന്ന എന്ന് വെച്ചാൽ ഇവർ ചിലപ്പോൾ സ്പിരിച്വലി ഒന്നും ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നിരിക്കില്ല. വിശ്വാസമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചിലപ്പോൾ ഇവർക്ക് ഉണ്ടായിരുന്നിരിക്കില്ല. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു വിശ്വാസം, ട്രസ്റ്റ് കാര്യങ്ങൾ എല്ലാം ഇവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ നിലപാടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരുന്ന നിങ്ങളുടെ പേഴ്സൺ അവർക്ക് തന്നെ ഒരു നീതി ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ നീതിപൂർവ്വം നിങ്ങളോട് പെരുമാറണം, നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്നുള്ള ചിന്തയോടുകൂടി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുണ്ട്. സത്യസന്ധമായ രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പിനെ സമീപിക്കുക എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ഇവരിൽ നിൽക്കുന്നത്. ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം നിറഞ്ഞൊരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് അതായിട്ട് തന്നെ ഈ ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബമായിരുന്നു നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ആ ഒരു കുട്ടികളെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലവരുടെ കാര്യത്തിൽ നിങ്ങൾ കുടുംബമായിട്ട് മുന്നോട്ടേക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, ഫാമിലി ലൈഫായിട്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇവരുടെ ഒരു മനസ്സിലുള്ള ആഗ്രഹം നിങ്ങളുടെ പ്രസൻസ് ഇവർക്ക് എപ്പോഴും വേണമെന്നുള്ളതാണ്. ഒരു സമയം നിങ്ങളിലേക്ക് എങ്ങനെയാണോ പ്രപ്പോസ് ചെയ്ത് വന്നിരുന്നത് അതേ ഈക്വൽ ആയിട്ട് തന്നെ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഡ്രമാറ്റിക് ആയിട്ടൊക്കെ ഇവർ ഓരോ കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചിലവരുടെ കേസിൽ അവർ ഡയറക്റ്റ് ആയിരിക്കാം നിങ്ങളോട് സ്നേഹം എന്ന് പറഞ്ഞത്. ചിലവരുടെ കേസിൽ അങ്ങനെ ആയിരിക്കില്ല, ഒരു മെസ്സേജിലൂടെയോ ഫോൺ വഴിയോ ഒക്കെ ആയിരിക്കാം പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണോ അവർ അന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്തത് അതേ ഈക്വൽ ആയിട്ട് തന്നെ അവർ നിങ്ങളെ ഇപ്പോഴും പ്രപ്പോസ് ചെയ്യുക എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത്. അവരുടെ ഹൃദയത്തിലെ യഥാർത്ഥമായ ഒരു സ്നേഹത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥ അല്ലെങ്കിൽ യഥാർത്ഥ ഉടമസ്ഥൻ അത് ആരാണ് എന്നുള്ള ഒരു ചിന്ത അവർക്കിപ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. അത് നിങ്ങളാണ് എന്നുള്ളത് അവരായിട്ട് തന്നെ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് തീരുമാനം എടുത്തു കഴിഞ്ഞു. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ ഘടനയൊക്കെ വീണ്ടെടുക്കണം. ഒരു സ്ട്രക്ചർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം. വളരെ പ്രാക്ടിക്കൽ ആയിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കും അവർ. പക്ഷെ അത് ചിലപ്പോൾ അവരുടേതായ കാര്യങ്ങളിൽ മാത്രമായിരിക്കും അവർ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ എന്ന് വെച്ചാൽ വി ആർ ദ വേൾഡ് എന്നുള്ളതാണ് അവരിപ്പോ ചിന്തിക്കുന്നത്. നേരത്തെ അവർ അങ്ങനെയല്ല, അവർക്ക് മാത്രമായ ഒരു ലോകം എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, നമ്മുടെ ലോകം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈക്വൽ പ്രയോറിറ്റി അവർ നൽകിയിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചതിന് ശേഷം ശാന്തമായ ഒരു രീതിയിലേക്ക് ഈ ഒരു ബന്ധത്തെ എത്തിക്കണം.
ഒരു നിലപാടോ കാര്യങ്ങളോ ഇല്ലാതെ താൻ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും താളം ചവിട്ടി കളിച്ചു. എന്ന് വെച്ചാൽ ഒരു രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്ന പോലെയൊക്കെയാണ് പെരുമാറിയിരുന്നത്. കമ്മിറ്റ്മെന്റ് നൽകുന്ന കാര്യത്തിലൊക്കെ അവർ എപ്പോഴും ഒഴിഞ്ഞു മാറുന്ന ഒരു വ്യക്തിയൊക്കെയാണോ നിങ്ങളുടേത്? അങ്ങനെയൊക്കെ ചെയ്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെക്കാൾ കൂടുതൽ ആവശ്യം ഇവരുടേതായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകണം എന്നുള്ളത്. ആ ഒരു രീതിയിലൊക്കെ ഇവർ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ മനസ്സിന്റെ വേദന അതെല്ലാം തന്നെയായിരിക്കാം യൂണിവേഴ്സ് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ വ്യക്തിയിൽ പ്രവർത്തിച്ചു തുടങ്ങാനുള്ള ഒരു കാരണവും. അപ്പൊ ആ ഒരു ഘടന വരുത്തുന്നതിനോടൊപ്പം ഈ ഒരു പേഴ്സന്റെ കാഴ്ചപ്പാടുകളെല്ലാം മൊത്തത്തിൽ ഇവിടെ മാറി തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ എല്ലാ രീതിക്കും നിങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സലിലേക്ക് സറണ്ടർ ആവുന്ന സമയമാണ്. യൂണിവേഴ്സലിലേക്ക് സറണ്ടർ ആവുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ തയ്യാറെടുക്കുന്നു. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, കളവ് കാര്യങ്ങൾ, ഹൈഡിങ് ഒക്കെ ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര റിസ്ക് എടുത്തായാലും അവർ നിങ്ങളിലേക്ക് വെളിപ്പെടുത്തണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം അവരുടെ മനസ്സുകൊണ്ട് അവരിപ്പോ വിശ്വസിക്കുന്നുണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഇവർ നിങ്ങളോട് ചെയ്ത തെറ്റുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ അവരായിട്ട് തന്നെ നിങ്ങളോട് അത് പറയുമ്പോൾ നിങ്ങൾക്കതൊരു സമാധാനം കൂടിയാണ്. അപ്പൊ ആ ഒരു രീതി ഇവർക്ക് അറിയാവുന്നത് കൊണ്ടിട്ടും ചിലവരുടെ കേസിൽ ഇവർക്ക് അറിയില്ലായിരിക്കാം നിങ്ങൾക്ക് അറിയാമെന്നുള്ളത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അതെല്ലാം റിവീൽ ചെയ്യുക എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ തന്നെയാണ് ഇപ്പൊ ഈ ഒരു പേഴ്സൺ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മറ്റൊരു രീതിയിൽ എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലേക്ക് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെയാണോ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, കാരണം സന്തോഷകരമായ ഒരു പരിസമാപ്തിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതും സത്യസന്ധമായ രീതിയിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു ഫുൾഫിൽമെന്റ് റിലേഷൻഷിപ്പിൽ വേണം. എല്ലാ രീതിക്കും ഒരു സെലിബ്രേഷൻ കൊണ്ടുവരണം, ഒരു ഹാപ്പിനെസ് നിലനിർത്തണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു മെന്റാലിറ്റി അല്ലെ. അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രധാന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ ഒരു മെന്റൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. സത്യസന്ധമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം എന്നൊരു ചിന്ത ഇവരുടെ മനസ്സിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് യൂണിവേഴ്സിൽ നിന്നും അല്ലെങ്കിൽ ഇവർക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും വളരെ വലിയ രീതിക്ക് ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ കൊടുത്തിരുന്ന സ്നേഹത്തിന്റെ ക്ലാരിറ്റി അത് എത്രത്തോളമാണ് എന്നുള്ളതും എല്ലാം അവർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ഹൃദയം കൊണ്ട് വളരെയധികം നിങ്ങളിലേക്ക് കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ നിങ്ങൾ അത്രത്തോളം സ്വാധീനം ചെലുത്തിയ വ്യക്തികളായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇവർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഇതുവരെ നിലപാടില്ലാതിരുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ ഇത്രയും രീതിയിലുള്ള ഒരു മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ ഇവർ ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു സമയത്ത് ഇവര് നിങ്ങളോട് പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങൾ അതൊക്കെ തെറ്റായി പോയി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറെടുക്കുന്നുണ്ട്. അവർ സ്വന്തമായിട്ട് ചെയ്ത തെറ്റുകളൊന്നും അങ്ങനെ പെട്ടെന്ന് ഏറ്റെടുക്കാതിരുന്ന ഒരു വ്യക്തികളൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിനുള്ളൊരു മനസ്സൊക്കെ അവർക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഇമോഷൻസ് ഒക്കെ അവർ കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ സ്വന്തം തെറ്റുകൾ ഏറ്റു പറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും ചെയ്യുന്ന ഒരു രീതി ആയിരിക്കില്ല. ഇവർ ഇതുവരെ അത് ചെയ്തിട്ടും ഉണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ അതൊക്കെ ഒരു നിലപാടിൽ മാറ്റം വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ സ്വന്തമായിട്ട് ഉൾക്കൊള്ളുന്നത്. അതുപോലെ ഇതുവരെ നിങ്ങളിലേക്ക് ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ മാറി നിന്ന വ്യക്തികളാണ്. എന്നാൽ ഇപ്പോ ഈ മുന്നിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിനെ ഒരു മാറ്റങ്ങൾ, ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഇത് എന്തായാലും ഒരു ഫാസ്റ്റ് എനർജി തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. നിങ്ങളൊരു റിലേഷൻഷിപ്പിന്റെ റീകൺസിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബൗണ്ടറീസ് കാര്യങ്ങൾ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം പൂർണ്ണമായും എടുത്തു മാറ്റിയിട്ട് ഈ റിലേഷൻഷിപ്പിന്റെ ഒരു കറേജ് ആഗ്രഹിച്ച് നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നൊരു ചിന്തയോടുകൂടി അല്ലെങ്കിൽ അവരുടെ ഒരു ഗോൾ ആയിട്ട് അവരിപ്പോൾ നിങ്ങളെ കാണുകയാണ്. അവരുടെ ഒരു എയിം ആയിട്ട് നിങ്ങളെ കണ്ട് നിങ്ങളിലേക്ക് എത്തുന്നവരാണ്. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അതിനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളത് അവർക്കറിയാം. അപ്പൊ ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്തൊക്കെ രീതിയിൽ നിങ്ങളോട് വേദനിപ്പിച്ച് പോരാന്ന് പറഞ്ഞാലും നിങ്ങളോട് പൂർണ്ണമായിട്ടും തുറന്ന മനസ്സോടുകൂടി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറാകും എന്നുള്ളത് ഇവർക്ക് അറിയാം. അപ്പൊ നിങ്ങൾ നല്ല രീതിക്ക് മനസ്സിലാക്കിയ വ്യക്തികളാണ്. നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇവര്. അല്ലാതെ അവർ അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതകൾ ഇല്ലല്ലോ. അപ്പൊ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തികളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോ അത്രയും നല്ല സ്ട്രോങ് ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം. മാനസികപരമായിട്ട് നിങ്ങൾക്കിടയിൽ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്.
നിങ്ങളുടേത് ഒരു ഡിവൈൻ കണക്ഷൻ കൂടി ആവാനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ ഒരു കണക്ഷൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ രീതിക്കും തകർന്ന് മാറി നിന്ന ഒരു ബന്ധം ആയിട്ട് പോലും ഇപ്പൊ വീണ്ടും ഇവരുടെ നിലപാടുകൾക്കൊക്കെ മാറ്റങ്ങൾ വന്ന് നിങ്ങൾ വീണ്ടും ചേരാനുള്ള ഒരു എനർജി ഇവിടെ കണക്ട് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു യൂണിവേഴ്സൽ പവർ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. സിറ്റുവേഷൻസ് എന്താണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു സ്വന്തം ഇൻഡ്യൂഷൻ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണമെന്നും നീതിപൂർവ്വം നിങ്ങളിലേക്ക് വരണമെന്നും എല്ലാ രീതിക്കും നീതിപൂർവ്വം തന്നെ റിലേഷൻഷിപ്പിൽ റീബർത്ത് കൊണ്ടുവരണം എന്നുള്ള രീതിക്കും ഒക്കെ ചിന്തിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇതുവരെ സെപ്പറേഷൻ സ്റ്റേജിൽ ഒരു തീരുമാനം എടുക്കാതിരുന്ന നിങ്ങളുടെ പേഴ്സന്റെ മനസ്സുകൊണ്ട് എന്തായാലും തീരുമാനങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ വേണ്ട എന്നുള്ള അവരുടെ തീരുമാനത്തിൽ അവർ മാറി നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു വേണ്ട എന്നുള്ള തീരുമാനം മാറി അവരുടെ മനസ്സ് തന്നെ ഉരുകി തുടങ്ങിയിരിക്കുന്ന ഒരു സമയമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് ഇവിടെ കണക്ട് ആവുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. പൂരാടം, എ എന്നൊരു ലെറ്റർ, കെ എന്നൊരു ലെറ്റർ, ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. കാലിക്കറ്റ്, 22, ഔട്ട്സൈഡ് കേരള. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഔട്ട്സൈഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. ലോങ് ഡിസ്റ്റൻസ്, പി എന്നൊരു ലെറ്റർ, 1993, അനിഴം, ഭരണി എന്നൊരു സ്റ്റാർ, എച്ച് എന്നൊരു ലെറ്റർ, എം എന്നൊരു ലെറ്റർ, എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. മെയ് വന്നിട്ടുണ്ട്. 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. 28, എൻ എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം, 30 എന്നുള്ളത് നിങ്ങൾക്ക് ഡേയ്സ് ആയിട്ടും ഡേറ്റ് ആയിട്ടും എടുക്കാം. 6 എന്നൊരു ലെറ്റർ, കാസർഗോഡ്, പി എന്ന ലെറ്റർ വീണ്ടും വന്നിട്ടുണ്ട്. 31, 28, ഫെബ്രുവരി മന്ത്, കൊല്ലം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. തിരുവാതിര എന്നൊരു സ്റ്റാർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. ആ ഒരു രീതിയിൽ മൊത്തത്തിൽ വെച്ചിട്ട് വേണം നിങ്ങൾ റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.